തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതാനും നാളുകൾ മുമ്പ് പാലാ അടുത്തുള്ള കരൂർ തിരുഹൃദയ ഇടവകയിൽ വികാരിയായിട്ടായിരിക്കുമ്പോൾ ഒരു ദിവസം കുറേ ദൂരെ നിന്നും ഒരു ഫോൺ, ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. ഫോണിലൂടെ വിശദ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ അവരോട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ പെൺകുട്ടി ഏതാണ്ടൊരു 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി, നല്ലൊരു കുടുംബത്തിൽ, കത്തോലിക്ക കുടുംബത്തിൽ ഉള്ളൊരു പെൺകുട്ടി. വേദപാഠമൊക്കെ നന്നായിട്ട് പഠിക്കുകയും വീട്ടിൽ നന്നായിട്ട് പെരുമാറുകയും നല്ല പെരുമാറ്റം സ്കൂളിലും എല്ലാം. പക്ഷേ ഏതാനും ആഴ്ചകളായിട്ട്, ഒരു പക്ഷേ മാസങ്ങളായിട്ട് അവളിൽ പെട്ടെന്നൊരു പെരുമാറ്റ വ്യതിയാനം. അവൾ വയലൻ്റ് ആകുന്നു, കുരിശ് വരയ്ക്കാൻ കൂടുകയില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല, മറ്റുള്ളവരെയും വിശുദ്ധമായ കാര്യങ്ങളോടുള്ള വലിയ അവേർഷൻ, എതിർപ്പ്, സഹിക്കാൻ പറ്റിയല്ലാത്ത പ്രതികരണങ്ങൾ, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ഒരിക്കലും ഒരു ചീത്ത വാക്ക് പോലും പറയാൻ അറിയാവുന്ന കുട്ടിയല്ല. പിന്നെ അവളിങ്ങനെ വീണ് കിടന്ന് ഉരുളുന്നു. ഈ അവസ്ഥയെല്ലാം കണ്ടപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആദ്യം ഇങ്ങനെ ഉണ്ടായപ്പം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുചെന്നു. അവിടെ സൈക്യാട്രിയിൽ അഡ്മിറ്റാക്കി. സൈക്യാട്രി വിഭാഗത്തിൽ ഏതാനും ദിവസങ്ങൾ മരുന്നൊക്കെ എടുത്ത് നിരീക്ഷിച്ച് ശാന്തമായി. ഏതാനും ദിവസങ്ങളെടുത്തില്ല ശാന്തമാകാൻ എന്നവർ പറയുന്നു. അങ്ങനെ തിരിച്ചു വന്നു. പക്ഷേ ആഴ്ച വീണ്ടും ഈ അനുഭവം ആവർത്തിച്ചു. വീണ്ടും അതേ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് അങ്ങനെ അഡ്മിറ്റാക്കി. അവിടെ അങ്ങനെ മരുന്ന് കൊടുത്ത് മയങ്ങി കിടക്കുമ്പോൾ അടുത്ത ബെഡിൽ രോഗിക്ക് കൂട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഈ കൊച്ചിനെ ഏതാനും ദിവസം കണ്ട് നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് മരുന്നല്ല വേണ്ടത്, പ്രാർത്ഥനയാണ്. ഇതെന്തോ പ്രാർത്ഥനയുടെ വിഷയമാണ്. അത് വെച്ച് അവരങ്ങനെ, മാതാപിതാക്കന്മാർ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ അവർ എൻ്റെ നമ്പർ കിട്ടാൻ ഇടവന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ അവസ്ഥ കേട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം അത് പെട്ടെന്നുള്ള പ്രാർത്ഥന ആവശ്യമുള്ളതും പ്രാർത്ഥന പെട്ടെന്ന് ഫലമുണ്ടാകാവുന്നതുമായ ഒരു സാഹചര്യമാണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി. അന്ന് തന്നെ അവർ ആശുപത്രിയിൽ നിന്ന് കൊച്ചിനെ ഡിസ്ചാർജ് ആക്കിയിട്ട് വൈകുന്നേരമായപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പള്ളിമുറ്റത്ത് കൊണ്ടുവന്നു. ഇവർ 5-6 പേര് ഓട്ടോറിക്ഷയ്ക്കകത്തുണ്ട്. അപ്പനും അമ്മയും വല്യമ്മയും വല്യപ്പനോ ഇളയപ്പനോ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഉണ്ട്. ഈ കൊച്ച് പള്ളിമുറ്റത്തോട്ട് വണ്ടി തിരിഞ്ഞത് മുതൽ വണ്ടിക്കകത്ത് ബഹളം വെക്കാൻ തുടങ്ങി. അവർ കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ച് വണ്ടിക്കകത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ പള്ളിമുറിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഈ കൊച്ച് വല്ലാണ്ട് വയലൻ്റായി ചീത്തയും തെറിയും എല്ലാം പറയുകയാണ്, തുപ്പാൻ നോക്കുകയാണ്. ഈ കൊച്ചിൻ്റെ വായിൽ നിന്ന് എന്നോട് പറയുന്ന ചീത്ത വാക്കുകൾ കേട്ടിട്ട് ഈ മാതാപിതാക്കന്മാർ വിഷമിച്ച് അവരെന്നോട് സോറി പറയുകയാണ്. അച്ഛാ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, വേദനിക്കേണ്ട. അത് ആ കുഞ്ഞല്ല പറയുന്നത്. ആ കുഞ്ഞിനുള്ള ഒരു ബന്ധനം കൊണ്ട്, പിന്നിലുള്ള മറ്റൊരു സ്വാധീനം കൊണ്ട് കൊച്ച് അറിയാതെ പറയുന്നതാണ്. നിങ്ങൾ പരിഗണിക്കാനേ പോകണ്ട. ഞാൻ ആ വണ്ടിക്കകത്ത് വെച്ച് തന്നെ കൊച്ചിനെ ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കി. പക്ഷേ ആ കുഞ്ഞ് ഓട്ടോറിക്ഷയ്ക്കകത്തായിരുന്നിട്ട് പോലും 5-6 പേരുണ്ടായിരുന്നിട്ട് പോലും അവളവിടെ പിടിച്ചു നിർത്തി തരാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു, നിങ്ങൾ ആ കൊച്ചിനെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് പള്ളിക്കകത്തോട് കൊണ്ടുചെല്ലും. പള്ളിക്കകത്ത് കൊണ്ട് അവിടെ ഇരുത്ത്, നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാം, അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങോട്ട് ചെന്നു. അവർ പൊക്കിയെടുത്ത കൊച്ചിനെ കൊണ്ടുപോയി പള്ളിക്കകത്ത്, ചാരുബെഞ്ചാണ് പള്ളിക്കകത്ത്, 1ാമത്തെ ചാരുബെഞ്ചിൽ നടുക്കുകൊണ്ട് കൊച്ചിനെ ഇരുത്തി. അവരപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ബലമായിട്ട് അവളെ പിടിച്ച് ഇരുത്തി. ഞാൻ പുറകുവശത്ത് ചാരുബെഞ്ചിൽ അവിടെ പോയി നിന്നുകൊണ്ട് ഇവളെ പുറകിൽ തലേ കൈവച്ച് ബലമായിട്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് പ്രേരണ വന്നു, വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചൊല്ലാം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കൊച്ചിനെ ബലമായിട്ട് പിടിച്ചുകൊള്ളുക, നമുക്ക് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു അരമണിക്കൂർ സമയം, ഒരു 33 പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു അരമണിക്കൂർ സാധാരണയാകും. അങ്ങനെ 33 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി. ബഹളം ഒത്തിരി വർദ്ധിച്ചു. പക്ഷേ പിന്നെ ഒതുങ്ങി വിശ്വാസപ്രമാണം അരമണിക്കൂർ ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് തളർന്ന് ഇരിക്കുകയാണ്. ചാരുബെഞ്ച് ചാരി, മിണ്ടാട്ടമൊന്നുമില്ല, ഒരു പ്രതികരണവും ഇല്ല. ബഹളമെല്ലാം തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വാസപ്രമാണം ഏറ്റു, അതിൻ്റെ പവർ ഈ കുഞ്ഞിലുള്ള തിന്മയുടെ അരൂപിയെ ഒതുക്കി. പക്ഷേ
അവൻ വിട്ടുപോകുന്നില്ല, വിട്ടുപോയിട്ടില്ല. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു ഈ കൂടെ വന്നിരിക്കുന്നവരുടെ കുമ്പസാരത്തെപ്പറ്റി ചോദിക്കാൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, 2 മാസം, 6 മാസം, 8 മാസം, അങ്ങനെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കാൻ ഒരുങ്ങിക്കുക എല്ലാവരും. കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുമ്പസാരക്കൂട്ടി പോയിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഒരുങ്ങുന്നവർ വന്ന് കുമ്പസാരിക്കുക. അവരങ്ങനെ ചെയ്തു. അവസാനത്തെ ആളിൻ്റെ കുമ്പസാരം പൂർത്തിയായി. ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്നും എണീറ്റ് പള്ളിയുടെ മുൻപിൽ ഇവരിയ്ക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഈ പെൺകുട്ടി എണീറ്റ് നല്ല ഫ്രീ ആയിട്ട് നിന്ന് ഞാൻ വരുന്നത് കണ്ടപ്പോൾ എൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നിട്ട്, അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ, ഇങ്ങനെ പുഞ്ചിരിയോടെ സ്തുതി ചെല്ലുകയാണ്. ഞാൻ ചോദിച്ചു, മോളെ അച്ഛനെ അറിയുമോ? ഇല്ല. വേറൊന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ആ കൊച്ചവിടെ വിടുതലിലേക്ക് വന്നു. ഞാൻ ആ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് മാതാപിതാക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഇച്ചിരി പിണക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. പിന്നെ ഒരിക്കൽ മാത്രം അവർ ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ അല്പം കൊച്ചിൽ ഭാവമാറ്റം കാണുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ആ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും അസ്വസ്ഥയുണ്ടായോ? ആ സ്ത്രീ മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വഴക്ക് പിണക്കം ഉണ്ടായോ? അപ്പോൾ സ്ത്രീ പറഞ്ഞു, അച്ഛാ ഇന്നലെ ഇച്ചിരി ഞങ്ങൾ വഴക്കടിച്ചു. ഞാൻ പറഞ്ഞു, ഈശ്വര മാപ്പ് ചോദിക്കുക, വേഗം പോയി കുമ്പസാരിച്ച്. അങ്ങനെ ആ കൊച്ച് ആ വിടുതലിൽ ആഴപ്പെട്ട് പിന്നോട്ട് വരികയാണ്. ഈ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നില്ലാത്തടത്തും കുഞ്ഞുങ്ങളുടെ മേൽ പൈശാചികമായ ആവാസങ്ങൾ പോലും കയറി വരാം. അവരായിരിക്കുന്ന കുടുംബത്തിൽ പാപം ഇങ്ങനെ തറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ബന്ധനാവസ്ഥ പോലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാധ ഉള്ളതുപോലെ അവസ്ഥ കാണുമ്പം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാപിതാക്കന്മാരെയാണ് ശ്രദ്ധിക്കുക. നേരെ കുമ്പസാരിക്കാനായിട്ട് അവിടെ ആവശ്യപ്പെടും. നേരെ പോയി ഒരുങ്ങിക്കൂ കുമ്പസാരിക്കാൻ, നല്ലപോലെ കുമ്പസാരിക്കാൻ. പലരും പറയും, അച്ഛാ കുമ്പസാരിച്ചതാണ്, എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? അത് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അടുത്ത് ചോദിക്കുക, എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? പലപ്പോഴും അങ്ങനെ ചോദിക്കും, പറയും 2 മാസം, 6 മാസം, കഴിഞ്ഞ ക്രിസ്മസിന്. അങ്ങനെ കുമ്പസാരിക്കുന്നുണ്ട് എന്ന് ചിന്ത. എന്ന് വെച്ചാൽ കുമ്പസാരിക്കാറുണ്ട്, ആണ്ടിൽ 2 or 3 കുമ്പസാരിക്കും. ഈസ്റ്ററിനും ക്രിസ്മസിനും കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. അഴുക്ക് കയറി കിടക്കുന്നിടത്ത് പിശാചിന് അവകാശമുണ്ട്. നമ്മളത് ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. സക്കറിയായ്ക്ക് കിട്ടുന്ന ദർശനമൊക്കെ നമ്മൾ കഴിഞ്ഞ അവസരത്തിൽ ശ്രദ്ധിച്ചതാണ്. ദൈവം ശാസിച്ചിട്ട് പോലും, സക്കറിയ 3:1 മുതൽ വാക്യങ്ങളിൽ, ദൈവം ശാസിച്ചിട്ട് പോലും യോശുവയിലുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങളാകുന്ന അകൃത്യങ്ങളാകുന്ന മുഷിഞ്ഞ വസ്ത്രം, അത് മാലാഖ മാറ്റുന്നിടം വരെയും സാത്താൻ വിട്ടുപോകുന്നില്ല. ഒരു വ്യക്തിയെപ്പറ്റി മാത്രമല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾക്കും കൂടെ പാപം വഴിയുള്ള തിന്മയുടെ സാന്നിധ്യ സ്വാധീനം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രധാന പുരോഹിതനായ ജോഷിയെപ്പറ്റി ചിന്തിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ശുശ്രൂഷയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയിൽ ഒത്തിരി വലിയ കടുപ്പപ്പെട്ട പാപങ്ങളുടെ സാന്നിധ്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല. വ്യഭിചാരമോ കൊലപാതകമോ മോഷണമോ തെറി വിളിക്കലോ അങ്ങനെയുള്ള പാപമൊന്നും ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത വ്യക്തി പ്രധാന പുരോഹിതൻ, നമ്മുടെ മാർപ്പാപ്പായ്ക്കൊപ്പം നിൽക്കുന്ന വ്യക്തി. പക്ഷേ നിസ്സാരങ്ങളായ പാപങ്ങൾ പോലും മുഷിഞ്ഞ വസ്ത്രം പോലെ അദ്ദേഹത്തിൽ കാണപ്പെടുന്നു. അത് അവകാശം പറഞ്ഞുകൊണ്ട് പിശാച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ ഞാൻ കുമ്പസാരത്തെപ്പറ്റി ചോദിക്കും. ഞാൻ സൂചിപ്പിച്ചു. അപ്പോഴെല്ലാം തന്നെ അവർ പറയും, കുമ്പസാരിച്ചിട്ട് അത് നാളായില്ല അച്ഛാ. കൃത്യം ചോദിക്കുമ്പോൾ അവർ പറയും, കഴിഞ്ഞ ഈസ്റ്ററിന് കുമ്പസാരിച്ചതാ, ഇപ്പോൾ 5 മാസമായി, 4 മാസമായി. പക്ഷെ അത് പോരാ. പാപവുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് പാടില്ല. പാപത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും പൈശാചികമായ സ്വാധീനങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ്.
കുമ്പസാരം എന്ന കുദാശയുടെ പ്രാധാന്യം സ്നേഹമുള്ളവരെ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. ഈശോയെപ്പറ്റി ജനന അറിയിപ്പ് യോസേപ്പിന് കൊടുത്ത മാലാഖ പറഞ്ഞത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ആണ് സ്നാപകൻ ഈശോയ്ക്ക് വഴിയൊരുക്കാമെന്ന വ്യക്തി അറിവ് കൊടുക്കുന്നത്. ഈശോയുടെ രക്ഷ പാപമോചനം വഴിയായിട്ടുള്ളതാണ്. അപ്പസ്തലന്മാർ പ്രസംഗിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെട്ടതും പാപമോചനത്തിലുള്ള അനുതാപമാണ്. ലൂക്കാ 24:47 നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചിന്തിച്ചതാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ ഒന്നാമത്തെ പ്രസംഗം പെന്തക്കോസ്ത് തിരുനാളിൽ അതുകൊണ്ട് ഹൃദയം ഞൊറുങ്ങുന്ന അനുതാപം ഉളവാക്കുന്നതായിരുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. അനുതപിക്കുന്ന ഒരു ഹൃദയം സ്നേഹമുള്ളവരെ നമുക്കെപ്പോഴും വേണം. നമ്മുടെ വ്യക്തിജീവിതത്തെ മാത്രമല്ല, കുടുംബത്തിലേക്കും ദൈവരാജ്യം കടന്നു വരാനായിട്ടത് ആവശ്യമാണ്. പലപ്പോഴും പൈശാചികമായ ഇടപെടലുകൾ, സാന്നിധ്യങ്ങൾ, സ്വാധീനങ്ങൾ വെളിപ്പെടുന്നത് പുരുഷന്മാരിൽ എന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ്, അതുപോലെ തന്നെ കുട്ടികളിലുമാണ്. അതുകൊണ്ട് പലപ്പോഴും ഒരു ചിന്ത ഉണ്ട് താനും, ഈ പിശാചുബാധ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ മനസ്സിൻ്റെ ബലക്കുറവ് കൊണ്ട്, അല്ലെ പിള്ളേരുടെ മനസ്സിൻ്റെ കരുത്തില്ലായ്മ കൊണ്ട് അവർക്ക് വന്നു ഭവിക്കുന്ന ഒരു മാനസിക അസ്വാസ്ഥ്യമാണ്. പുരുഷന്മാർക്ക് അത്ര ഉണ്ടാകുന്നില്ലല്ലോ. ഇങ്ങനെ വ്യത്യാസം എങ്കിലും നമുക്ക് പ്രകടമായി പ്രഥമ ദൃഷ്ട്യാ നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് പുരുഷന്മാരിൽ പൈശാചികമായ സ്വാധീനങ്ങൾ യേശുന്നില്ലാത്തത് കൊണ്ടല്ല. നമുക്കറിയാം, ഒരു മരത്തിന് ഇടിമിന്നലേൽക്കുന്നു. ഇടിമിന്നൽ വളരെ ശക്തമായിട്ട് ഏറ്റാൽ കത്തിപ്പോകും, നമുക്കറിയാം, കരിഞ്ഞു പോകും. അത്രയൊന്നുമില്ല, ഇടിവെട്ടുക എന്നൊക്കെ പറയുന്ന പോലെ തെങ്ങിനൊക്കെ ഇടിവെട്ട് കഴിഞ്ഞിട്ട്, മിന്നലേറ്റ് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി ആ മരത്തിലേക്ക് നോക്കിയാൽ പലപ്പോഴും ഒരു വ്യത്യാസവും കാണാനായിട്ടില്ല. മിന്നലേറ്റോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മരത്തിൻ്റെ കൂമ്പ് വാടി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആ മരത്തിനേറ്റ ആഘാതം ആദ്യം പ്രകടമാകുന്നത് അതിൻ്റെ തളിർപ്പിലാണ്, കൂമ്പിലാണ്. കൂമ്പ് വാടുക എന്ന് പറയുന്നത് നമുക്കറിയാം. പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും ആ മരത്തിൻ്റെ മൂത്ത ഇലകളിൽ നിറം വ്യത്യാസം വരുന്നത്. അത് പയ്യെ പഴുക്കാൻ തുടങ്ങുന്നു, കൊഴിയാനായിട്ട് പോകുന്നു. അപ്പോഴും ഇതിൻ്റെ കമ്പുകളിലേക്കല്ല തടിയിലേക്ക് നോക്കിയ വ്യത്യാസമൊന്നും അറിയാനില്ല. അത് പിന്നെ ആഴ്ചകൾ കഴിയുമ്പോഴാണ് തടി ദ്രവിക്കാൻ, ഉണങ്ങാൻ, കുശുക്കാൻ തുടങ്ങുന്നത്, ഒടിഞ്ഞു വീഴാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൻ്റെ മേൽ പിശാചിന് അവകാശം കിട്ടുമ്പം അതാദ്യം പലപ്പോഴും വെളിപ്പെടുന്നത് പുരുഷന്മാരിലല്ല. അവർ മരത്തിൻ്റെ തടി പോലെ ഇങ്ങനെ നിൽക്കും, ബുദ്ധി കൊണ്ട് ചിന്തിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കും, നടക്കും. പക്ഷെ പിശാചിൻ്റെ ആക്രമണം കുടുംബത്തിന് മൊത്തം വരുന്നുണ്ട്. അത് പെട്ടെന്ന് സ്ത്രീകളിൽ വെളിപ്പെടുന്നു, അല്ലെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടുന്നു. പുരുഷന്മാരിലെ അസ്വസ്ഥത വരുന്നുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ചെയ്യുന്നത് അത് പുറത്തേക്ക് ഇറങ്ങിപ്പോകും, അല്ലെ പോയി 2 പുക വലിക്കും, കുറച്ചുകൂടെ വലിക്കും, ഇങ്ങനെ ഗൗരവപ്പെട്ട് നടക്കും, കൂട്ടുകാരുടെ അടുത്ത് പോകും, മദ്യപിക്കും. അങ്ങനെയൊക്കെ കറങ്ങി നടന്നൊക്കെ അവർ ഈ പൈശാചികമായ അസ്വസ്ഥതയെ മറ്റേതോ രീതിയിലൊക്കെ ഇങ്ങനെ ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിച്ചും ഇങ്ങനെ ക്രമീകരിച്ചും ഒക്കെ വഴി മാറ്റിവിട്ടുമൊക്കെ നടക്കാൻ നോക്കുകയാണ്. പക്ഷേ സ്ത്രീകൾ കുറേയൊക്കെ കൂടെ ആത്മീയ തലത്തിൽ, അതുപോലെ തന്നെ വൈകാരിക തലത്തിൽ നേരെ പ്രകടിപ്പിക്കുന്ന രീതി, ശൈലി ഉള്ളത് കൊണ്ട് അവരിത് വളരെ പെട്ടെന്ന് പ്രകടമാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക്, അല്ലെ സ്ത്രീകൾക്ക് അസ്വസ്ഥയുടെ അനുഭവം കാണുമ്പം നമ്മൾ പുരുഷന്മാരായിരിക്കുന്നവരും അവിടെ തന്നെ ജീവിതത്തിലേക്ക് ആദ്യം തന്നെ നോക്കണം, ആത്മശോധന ചെയ്യണം. അതിൻ്റെ ആദ്യത്തെ പടി നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. പാപമോചനത്തിൻ്റെ പ്രാധാന്യം, പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാനാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. ഈ വചനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴായിട്ട് കണ്ടതാണ്. സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകൾ കുദാശകളാണ് നമുക്കറിയാം. ഒന്നാമത്തെ കുദാശ മാമോദീസയാണ്. മാമോദീസ വഴി നമ്മൾ എന്താണ് ആയിത്തീരുക, നമുക്ക് എന്താണ് ലഭിക്കുക? നമ്മൾ സഭയിലെ അംഗങ്ങളാകുന്നു, ദൈവ മക്കളായിട്ട്, ദൈവ മകനായിട്ട്, മകളായിട്ട് മാറുകയാണ്. അവിടെ സഭയിലേക്ക് അംഗത്വം നൽകുന്ന കുദാശയാണ് മാമോദീസ എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കുന്നു. 7 കുദാശകളിൽ പാവമോചനത്തിനുള്ള കുദാശ ഏതാണ്
എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും കുമ്പസാരമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പാവമോചനത്തിനുള്ള കൂദാശ കുമ്പസാരം മാത്രമല്ല. നമുക്കറിയാം യഥാർത്ഥത്തിൽ പാവമോചനത്തിനായിട്ടുള്ള പ്രഥമവും പ്രധാനവുമായ കൂദാശ ജ്ഞാനസ്നാനമാണ്, മാമോദിസ തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്തായിലെ ആദ്യ പ്രസംഗം പത്രോസിൻ്റേത്. അത് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതാണ് പ്രസംഗം കേട്ട ആൾക്കാരുടെ പ്രതികരണത്തെപ്പറ്റി. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഞുറുങ്ങി പത്രോസിനും മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാർ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ ഈ സ്നാനം, ജ്ഞാനസ്നാനം, മാമോദിസ എന്ന് പറയുന്നത് പ്രഥമത പാപമോചനത്തിനായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത്, പാപമോചനത്തിനായുള്ള ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സകല പാപങ്ങളെയും തുടച്ച് നീക്കുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ ലഭിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മാനസാന്തര അനുഭവത്തെക്കുറിച്ച്, തൻ്റെ ദൈവ വെളിയെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അഗ്രിപ്പാ രാജാവിന് മുമ്പിൽ പങ്കുവെക്കുന്ന രംഗമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായത്തിൽ. അവിടെ 18-ാം വാക്യം, തൻ്റെ മാനസാന്തരത്തിൻ്റെ ഡമാസ്കസിലേക്ക് പോകുമ്പോൾ മിന്നലേറ്റ് വീഴുന്നതും നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ഈശോ ചോദിക്കുന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഈശോ കൂടുതലായിട്ട് അപ്പോസ്തലൻ്റെ ദൗത്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അപ്പോസ്തലൻ തന്നെ പങ്കുവെക്കുന്ന വചനഭാഗം ഇങ്ങനെയാണ്. 17-18 തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 26. നിന്നെ ഞാൻ നിൻ്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ സ്ഥാനം ലഭിക്കാൻ. പത്രോസിൻ്റെ കാല് കഴുകാൻ നേരത്ത് ഈശോ പറഞ്ഞു, നിങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ഒരാളൊഴികെ. ശുദ്ധിയില്ലാതെ ഈശോയ്ക്കൊപ്പം നിന്ന് കൈനീട്ടി അപ്പം സ്വീകരിച്ചപ്പോൾ സാത്താൻ പ്രവേശിച്ചു. അതുകൊണ്ട് വിജാതിയുടെ പക്കലേക്ക് പൗലോസിനെ അയക്കുമ്പോൾ ഈശോ പറയുകയാണ്, ആ ദർശനത്തിൽ അപ്പോസ്തലൻ പങ്കുവെക്കുകയാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ വിജാതിയർക്ക് സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ. അതെങ്ങനെ കിട്ടുക? പാപമോചനം അവർ സ്വീകരിക്കണം. അതുവഴി എന്താ സംഭവിക്കുക? സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്വത്തിലേക്ക് അവർ തിരിയും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ്റെയും വലിയ ദൗത്യമായിട്ട് ഈശോ നിർദ്ദേശിച്ച് നിഷ്കർഷിച്ച് അയച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ വിചാരണ വേളയിൽ അഗ്രിപ്പാ രാജാവിൻ്റെ പക്കൽ അദ്ദേഹം പറയുകയാണ്. പാപമോചനം വഴിയുള്ള രക്ഷയിലേക്ക് കടന്നു വരിക, അതിനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് മാമോദീസ. കൂദാശകൾ 7 നമുക്കറിയാം. സഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ നമ്മൾ സൂചിപ്പിച്ചു. ഈ കൂദാശകളിൽ ഒരുപക്ഷെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്ത് വരുന്ന കൂദാശ ശുശ്രൂഷ ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാന എന്ന് പറയും. നമുക്കറിയാം വിശുദ്ധ കുർബാന 2-ാമത്തെ ജീവകമസിൽ പറയുന്നതനുസരിച്ച് നമുക്കെല്ലാം അറിയാവുന്ന വചനം, പ്രബോധനം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ലക്ഷ്യവും വിശുദ്ധ കുർബാനയാണ്. അത്ര ചങ്കായിട്ട് നിൽക്കുന്ന കൂദാശ. ആ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള ഈശോയുടെ ചിന്ത എന്തായിരുന്നു? പ്രഥമത. കുർബാന ഇന്ന് നമ്മൾ പല രീതികളിൽ വളരെ ആഘോഷപൂർവ്വം ഒരുപാട് പ്രാർത്ഥനയും കർമ്മങ്ങളും എല്ലാം ചേർത്ത് നമ്മൾ ആചരിക്കുന്നു. സഭയുടെ ഏറ്റവും പാവനമായ വിശുദ്ധമായ ശുശ്രൂഷ. ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. അപ്പമെടുത്ത് വാഴ്ത്തി പിതാവിൻ്റെ പക്കലേക്ക് നോക്കിയിട്ട് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. അപ്പം തൻ്റെ ബലി പിറ്റേ ദിവസം ഗാഗുൽത്തായിൽ പൂർത്തിയാകാനുള്ളത്, അതിൻ്റെ അർത്ഥം, നിയോഗം എന്താണെന്ന് ഈശോ തലേ സന്ധ്യയ്ക്ക് രാത്രിയിൽ പെസഹാ മേശയിൽ പറഞ്ഞ് ഈ കുർബാന സ്ഥാപിക്കുകയാണ്.
ഈശോയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ മറക്കരുത്. പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. കാസയെടുത്ത് വാഴ്ത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഈശോ പറയുന്നതും പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അപ്പോൾ കുർബാന സ്ഥാപിക്കുമ്പോൾ തൻ്റെ പരിഹാര ബലിയുടെ ആ ഒരു ആശയം, പരിഹാര ബലിയുടെ ചങ്കായി നിൽക്കുന്ന ആ മുറിക്കപ്പെടൽ, പാപമോചനം, അതാണ് ഈശോയുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ലക്ഷ്യവും വിശുദ്ധ കുർബാനയാണെന്ന് പറയുമ്പോൾ, സഭ പഠിപ്പിക്കുമ്പോൾ, അതിൽ ഈശോയുടെ ഉള്ളത്തിലേക്ക് നമ്മൾ കുർബാനയുടെ ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പാപമോചനമാണ്. പാപമോചനത്തെ ചുറ്റിപ്പറ്റിയാണ് കുർബാനയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും. കുർബാന തന്നെ പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. വീണ്ടും 7 കുദാശകളിൽ നമുക്കറിയാം, പല കുദാശകളും ഒരു മനുഷ്യ ആയുസ്സിൽ ഒരിക്കലും മാത്രം സ്വീകരിക്കേണ്ട കുദാശകളാണ്. മാമോദിസ, സ്ഥൈര്യലേപനം, പൗരോഹിത്യം, മായാത്ത മുദ്ര, പിന്നെ ഒന്ന് വേണ്ട, ഒന്ന് സ്വീകരിച്ചാൽ അത് മതി ആയുഷ്കാലത്തേക്ക് മുഴുവൻ. മറ്റു ചില കുദാശകൾ ഒരു ജീവിതകാലത്തിൽ ഒന്ന് മതി, വേണ്ടി വന്നാൽ 2 or 3 ആകാം. വിവാഹം, രോഗിലേപനം, അങ്ങനെയൊക്കെ നമുക്കറിയാം. ഇനി കുർബാന എന്ന കുദാശയെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ആ കുദാശ ഒരു ദിവസം ഒരു പ്രാവശ്യം കുർബാന സ്വീകരിച്ചാൽ മതി എന്ന് സഭ നിഷ്കർഷിക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം കുർബാന സ്വീകരിക്കാനായിട്ട് സഭ അനുവദിക്കാറുണ്ട്. ഇങ്ങനെ പൊതുവെ രൂപതകളിലെല്ലാം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു ദിവസം കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഒരു പ്രാവശ്യം കുർബാന സ്വീകരിച്ചാൽ മതി, ഒന്നിലും കുർബാന സംബന്ധിച്ചാൽ പോലും. എന്നാൽ കുമ്പസാരം എന്ന കുദാശയുടെ കാര്യം വരുമ്പോൾ ഈശോ നൽകിയിരിക്കുന്ന പ്രബോധനം നമുക്കറിയാം. ഒരു ദിവസം, മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ, എൻ്റെ സഹോദരൻ തെറ്റ് ചെയ്തിട്ട് വന്നാൽ എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം എന്ന് പത്രോസ് ചോദിക്കുന്ന രംഗമുണ്ട്. നമുക്കതിനെ ഇങ്ങനെ പറയാം, 1-ാമത്തെ മാർപ്പാപ്പയായി ചുമതലയേക്കാനുള്ള പത്രോസ് ഈശോയുടെ പക്കൽ ചോദിക്കുകയാണ്, കർത്താവേ, ഭാവിയിൽ ഒരു ദിവസം തന്നെ ഒരു സഹോദരൻ 7 പ്രാവശ്യം, എത്ര പ്രാവശ്യം കുമ്പസാരിക്കാൻ വന്ന് കുമ്പസാരിപ്പിക്കണം? 7 പ്രാവശ്യം മതിയോ? അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം നമുക്കറിയാം, 7 അല്ല 7, 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വച്ച് അർത്ഥപ്പെടുത്താൽ തന്നെ 490 പ്രാവശ്യമെന്നാണ്. അപ്പോൾ 1-ാമത്തെ മാർപ്പാപ്പയോട് ഈശോ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി നിൻ്റെ പക്കൽ, നിൻ്റെ അപ്പസ്തലന്മാരുടെ പക്കൽ അല്ലെങ്കിൽ അഭിഷിക്തരുടെ പക്കൽ കുമ്പസാരിക്കാൻ ഒരു ദിവസം 7 പ്രാവശ്യമെന്നല്ല 490 പ്രാവശ്യം വന്നാൽ പോലും നീ കുമ്പസാരിപ്പിച്ചിരിക്കണം. നമുക്കറിയാം, 490 പ്രാവശ്യം ഒരു ദിവസം കുമ്പസാരിപ്പിക്കാനായിട്ട് എങ്ങനെ സാധിക്കാനാണ്? പാതിരാത്രി മുതൽ എണീറ്റ് പാപം ചെയ്തിട്ട് അനുദവിച്ച് കുമ്പസാരിക്കാൻ വരുന്ന കാര്യം ചിന്തിച്ചാൽ പോലും 24 മണിക്കൂർ കൊണ്ട് 490 കുമ്പസാരവും പാപവും ഒക്കെ എന്ന് വെച്ചാൽ എത്ര വന്നാലും ലിമിറ്റ് ചെയ്യാൻ പാടില്ലാത്ത കൂദാശയാണ് കുമ്പസാരം. കുർബാനയുടെ ചങ്ക് പാപമോചനം, കുമ്പസാരത്തിൻ്റെ മർമ്മം പാപമോചനം, മാമോദീസയുടെ ഉന്നം അഭിഷേകം പാപമോചനത്തിൻ്റേത്. നോക്കിക്കേ, ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പാപങ്ങൾ മോചിക്കപ്പെടണം. ഈ പാപമോചന അനുഭവം, സ്നേഹമുള്ളവരെ, നമ്മൾ എന്തുമാത്രം എടുക്കുന്നുണ്ട്? ദൈവരാജ്യമാണ് ഈശോ പ്രഘോഷിച്ചത് ആദ്യം മുതൽ അവസാനം വരെ. അത് നരകരാജ്യത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. നരകരാജ്യത്തിൻ്റെ വേര് പറിച്ച്, കുറ്റി പിശാചിൻ്റെ അള്ളിപ്പിടുത്തം വിരൽ ഊരിയെടുത്ത് പറിച്ച് ദൂരെ തട്ടിക്കളയാൻ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ നീക്കേണ്ട ആവശ്യമുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും ദൈവത്തിന് പോലും പിശാചിൻ്റെ കൈകളെ പറിച്ച് കളയാൻ പറ്റത്തില്ല. യോശുവ പ്രധാന പുരോഹിതൻ്റെ പക്കൽ സാത്താൻ നിന്നിട്ട് തമ്പുരാൻ 2 പ്രാവശ്യം ശാസിച്ചിട്ടും അവൻ പോയില്ല. മുഷിഞ്ഞ വസ്ത്രം ഒന്ന് മാലാഖയെ കൊണ്ട് മാറ്റിച്ചു. ഇന്ന് ഈശോ സഭയിൽ അഭിഷിക്തർ കുമ്പസാര വേദിയിൽ പൗരോഹിത ശുശ്രൂഷയിലൂടെ നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിക്കളയുകയാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റിക്കഴിഞ്ഞ് സഭയുടെ നാമത്തിൽ ആശീർവദിക്കുമ്പോൾ പിശാച് വിട്ടുപോകും. നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് പ്രഘോഷിച്ച ദൈവരാജ്യം തിരുസഭയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ആഴപ്പെടുത്തി പകർന്നു തരുന്നുവല്ലോ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അങ്ങ് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പാപം കടന്നു കയറി നിരവധിയായ അവസരങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആ പാപം വഴി ഞങ്ങളുടെ മേൽ പിശാചിന് അവകാശം കിട്ടും ഞങ്ങൾ തിരിച്ചറിയുന്നു. പാപങ്ങളും ഞങ്ങൾ സ്വതന്ത്രരാകുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന കുദാശകൾ, മാമോദീസ, അനുദിനമുള്ള കുർബാന അർപ്പണം, അതിലുള്ള പങ്കുചേരൽ, അതിൻ്റെ ഒപ്പം അതിനപ്പുറമായിട്ട് അങ്ങ് നൽകിയ കുമ്പസാരത്തിൻ്റെ വേദി, കരുണയുടെ കുദാശ, ഈശോയെ അത് സ്വീകരിക്കുന്നത് ഞങ്ങൾ വീഴ്ച വരുത്തിയ നിമിഷങ്ങൾ ഓരോന്നിനെപ്പറ്റി ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനി മേലിൽ പതിവായ കുമ്പസാരം എടുത്ത് ഈശോയെ പിശാചിൻ്റെ സകല അവകാശങ്ങളും ഞങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് വ്യക്തിജീവിതങ്ങളെയും ഞങ്ങളുടെ കൊച്ചു കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വെളിച്ചവും ബോധ്യവും കരുത്തും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മൗണ്ട് നമ്പർ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ച് കർത്താവ് ഈ സമയം നിൻ്റെ പക്കൽ ഉള്ളു തുറന്ന് വചനം കേട്ട് ദൈവരായ രഹസ്യങ്ങൾ സ്വീകരിച്ച് ഇപ്പോൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ, ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന ഉള്ളത്തോടെ നിൻ്റെ പക്കലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരമുയർത്തി ഈ ദാസൻ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ കുരിശൻ്റെ അടയാളം പതിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ദിനത്തിൻ്റെ അഭിഷേകത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെപ്പറ്റി എല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവെ, ഈ മക്കളിൽ നിന്നും നരകരായത്തിൻ്റെ സകല ലാഞ്ചനകളും സകല സ്വാധീനങ്ങളും ദൈവകരുണയാൽ, തിരുനാമ ശക്തിയാൽ, തിരുരക്ത യോഗ്യതയാൽ, കുരിശിൻ്റെ മുദ്രയാൽ വിട്ടുമാറിപ്പോകട്ടെ. ഈശോയുടെ ദൈവരായത്തിൻ്റെ അഭിഷേകത്തിൽ ഈ മക്കൾ ഓരോരുത്തരും കുടുംബങ്ങൾ കടന്നു വരേണ്ട വരികയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.